ഈ ലോകത്തുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും ഭാരവും ഉയർത്താൻ കഴിവുള്ള ജീവജാലം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? ആന എന്നായിരിക്കണം നിങ്ങളുടെ മറുപടി, അല്ലേ? എന്നാൽ ആനയേക്കാൾ അധികം ഭാരമെടുക്കാൻ കഴിവുള്ള ഒരു കുഞ്ഞു ജീവിയുണ്ട്, ഒരു ചെറിയ വണ്ട്. മറ്റൊരു ചോദ്യം, ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിവുള്ള ജീവി ആരെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഹൈ ജമ്പറുടെ ലോക റെക്കോർഡ് ഭേദിച്ചിട്ടുള്ള ഒരു ഹൈ ജമ്പറുടെ പേര് നിങ്ങൾ ഓർത്തേക്കാം. പക്ഷേ സ്വന്തം ഉയരത്തിന്റെ, ശരീര ഉയരത്തിന്റെ 60 മുതൽ 100 മടങ്ങ് വരെ ഉയരത്തിൽ ചാടാൻ കഴിവുള്ള കുഞ്ഞു ജീവികളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏറ്റവും ഭാരം ഉയർത്താൻ കഴിവുള്ള, ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിവുള്ള, മറ്റ് പല പ്രത്യേകതകളുമുള്ള കുഞ്ഞൻ സൂപ്പർ ഹീറോകളുടെ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആരാണ് ഇവർ? എന്താണ് ഇവർക്ക് ഈ സൂപ്പർ നാച്ചുറൽ പവർ കിട്ടാൻ കാരണം? അതിന്റെ ശാസ്ത്ര തത്വം എന്താണ്? നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ, ഭൂമിയുടെ ഏറ്റവും ചെറിയ കോണുകളിൽ അവിശ്വസനീയമായ ശക്തിയുടെ ഒരു ലോകം തന്നെ ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ വിരൽത്തുമ്പിനേക്കാൾ ചെറിയ ജീവികൾ, എന്നിട്ടും സൂപ്പർ ഹീറോകളെ പോലും സാധാരണക്കാരനാക്കുന്ന വീരകൃത്യങ്ങൾ ചെയ്യുന്നവർ. അവയുടെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവയ്ക്ക് മലകൾ ഉയർത്താൻ കഴിയും. സ്വന്തം ഉയരത്തിന്റെ 100 കണക്കിന് ഇരട്ടി ആകാശത്തേക്ക് കുതിച്ചുയരാൻ കഴിയും. ഒരു ബുള്ളറ്റിനേക്കാൾ വേഗത്തിൽ പ്രഹരിക്കാൻ കഴിയും. ഭൂമിയിലെ ഏറ്റവും സാധാരണക്കാരെങ്കിലും അസാധാരണമായ ജീവികളിൽ ഒന്നായ ഉറുമ്പുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു ഉറുമ്പിന് അതിന്റെ ശരീരഭാരത്തിന്റെ 10 മുതൽ 50 മടങ്ങ് വരെ ഉയർത്താൻ കഴിയും. 2014 ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയർമാർ 3D എക്സ്റേ ഇമേജിംഗ് ഉപയോഗിച്ച് കണ്ടെത്തിയത് ഒരു ഉറുമ്പിന്റെ കഴുത്തിലെ സന്ധിക്ക് പൊട്ടിപ്പോകുന്നതിന് മുമ്പ് അതിന്റെ സ്വന്തം ഭാരത്തിന്റെ 5000 മടങ്ങ് ശക്തിയെ നേരിടാൻ കഴിയും എന്നാണ്. മനുഷ്യർക്ക് അത്രയും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു ആനയെ അനായാസം തലയ്ക്ക് മുകളിലേക്ക് ഉയർത്താൻ കഴിയുമായിരുന്നു. ശക്തി വലുപ്പത്തിലല്ല, മറിച്ച് ഘടനയിലാണ് എന്ന് ഉറുമ്പുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി വരുന്നത് കൊമ്പുള്ള ഒരു ചാണകമണ്ണിന്റെ കഥയാണ്. ഓന്തോഫാഗസ് ടോറസ് എന്നാണ് ഈ ജീവിയുടെ ശാസ്ത്രനാമം. ഏറ്റവും ശക്തനായ പ്രാണി എന്ന പട്ടം മാത്രമല്ല ഇതിന്. ശരീരഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഭൂമിയിലെ ഏറ്റവും ശക്തനായ മൃഗമാണ്. ഈ വണ്ടിന് അതിന്റെ സ്വന്തം ഭാരത്തിന്റെ 1000 മടങ്ങ് വലിക്കാൻ കഴിയുമെന്നാണ് പരീക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇതിന്റെ പേശികൾ സാന്ദ്രതയുള്ളവ മാത്രമല്ല, ഒരു പാലത്തിന്റെ ഉള്ളിലെ സ്റ്റീൽ കേബിളുകൾ പോലെ ബാഹ്യാസ്ഥികൂടത്തിന്റെ അഥവാ എക്സോസ്കെലറ്റന്റെ ഉൾവശത്തെ വരമ്പുകളിൽ കാര്യക്ഷമമായി ഉറപ്പിച്ചിരിക്കുന്നു. മറ്റ് എതിരാളികളുമായി പോരാടാനാണ് ആൺവണ്ടുകൾ ഈ ശക്തി ഉപയോഗിക്കുന്നത്. ഒരു മനുഷ്യന് ഇത്രയും ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ 6 ഡബിൾ ഡക്കർ ബസ്സുകൾ ഒറ്റയ്ക്ക് വലിക്കാൻ കഴിയുമായിരുന്നു. ഒരൊറ്റ കുതിപ്പിൽ 30 നില കെട്ടിടത്തിലേക്ക് മുകളിലേക്ക് ഒരു മനുഷ്യൻ ചാടുന്നത് സങ്കല്പിക്കുക. അതാണ് ഒരു ചെള്ള് എല്ലാ ദിവസവും ചെയ്യുന്നത്. ഒരു ചെള്ളിന് അതിന്റെ ഉയരത്തിന്റെ 60 മുതൽ 100 മടങ്ങ് വരെ ചാടാൻ കഴിയും. അത് പേശികൾ കൊണ്ട് മാത്രമല്ല, സംഭരിച്ച യാന്ത്രിക ഊർജം വഴിയാണ്. അതിന്റെ കാലുകളിൽ റെസിലിൻ എന്ന റബ്ബർ പോലെയുള്ള പ്രോട്ടീൻ ഒരു കംപ്രസ് ചെയ്ത സ്പ്രിങ് പോലെ പ്രവർത്തിക്കുന്നു. ചാടുന്നതിന് മുമ്പ് ചെള്ളുകൾ പേശികളെ വലിച്ചു നീട്ടി ഈ സ്പ്രിങ്ങിനെ വളയ്ക്കുകയും വിടുമ്പോൾ സംഭരിച്ച ഊർജം ഗുരുത്വാകർഷണത്തിന്റെ 100 മടങ്ങ് ത്വരണത്തോടെ അതിനെ മുകളിലേക്ക് തെറിപ്പിക്കുകയും ചെയ്യും. ചെള്ളിന്റെ ചാട്ടം അത്ര വേഗത്തിലായതുകൊണ്ട് തന്നെ അത് വ്യക്തമായി പകർത്താൻ സെക്കൻഡിൽ 8000 ഫ്രെയിമുകൾ, അതായത് 8000 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന സ്ലോ മോഷൻ ക്യാമറകൾ ആവശ്യമാണ്. ഈ ചെറു ജീവികളുടെ ഈ കഴിവിന് പിന്നിലെ ശാസ്ത്ര തത്വം എന്താണ്? സ്ക്വയർ ക്യൂബ് നിയമം, സ്ക്വയർ ക്യൂബ് ലോ. ശരീര വലുപ്പവും ശക്തിയും തമ്മിലുള്ള ഗണിതശാസ്ത്രം. അതാണ് ഈ കുഞ്ഞൻ ജീവിയുടെ ശക്തിക്ക് പിന്നിലെ രഹസ്യം. സ്ക്വയർ ക്യൂബ് നിയമം അനുസരിച്ച് ഒരേ രൂപം നിലനിർത്തിക്കൊണ്ട് ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ജീവിയുടെ വലുപ്പം മാറുമ്പോൾ അതിന്റെ ഉപരിതല വിസ്തീർണം അഥവാ സർഫസ് ഏരിയ അതിന്റെ നീളത്തിന്റെ വർഗത്തിന്, സ്ക്വയറിന് ആനുപാതികമായിട്ടായിരിക്കും വർദ്ധിക്കുക. എന്നാൽ അതിന്റെ വ്യാപ്തം അഥവാ വോളിയം, അതുകൊണ്ട് തന്നെ അതിന്റെ പിണ്ഡം അഥവാ ഭാരം എന്നെല്ലാം പറയാം, വോളിയം ആ വസ്തുവിന്റെ നീളത്തിന്റെ ക്യൂബിന് ആനുപാതികമായിട്ടായിരിക്കും വർദ്ധിക്കുന്നത്. ഗണിതപരമായി വിശദീകരിക്കുമ്പോൾ നിങ്ങൾ എല്ലാ രേഖീയ മാനങ്ങളെയും, അതായത് നീളം, വീതി, ഉയരം എന്നിവ എല്ലാത്തിനെയും കെ എന്ന ഘടകം കൊണ്ട് ഗുണിച്ചാൽ ഉപരിതല വിസ്തീർണം കെ സ്ക്വയർ മടങ്ങ് വർദ്ധിക്കുകയും അതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ ഭാരം കെ ക്യൂബ് മടങ്ങിൽ വർദ്ധിക്കുകയും ചെയ്യും. 1 സെന്റിമീറ്റർ വശത്തിന് നീളമുള്ള ഒരു ക്യൂബ് സങ്കല്പിക്കുക. അതിന്റെ ഉപരിതല വിസ്തീർണം എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ സ്ക്വയർ. അതുപോലെ വ്യാപ്തമോ 1 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. എന്നാൽ ആ ക്യൂബിന്റെ വലിപ്പം ഇരട്ടിയായി എന്ന് സങ്കല്പിക്കുക, അതായത് 1 പകരം 2 സെന്റിമീറ്റർ ആയി. എങ്കിൽ അതെങ്ങനെ മാറും? 6 ഇൻറ്റു 2 സ്ക്വയർ, അതായത് 24 സെന്റിമീറ്റർ സ്ക്വയർ. 2 ക്യൂബ് എന്നത് 8 സെന്റിമീറ്റർ ക്യൂബ് ആവും. അതിന്റെ അർത്ഥം ഒരു ക്യൂബിന്റെ
വലിപ്പം ഇരട്ടിയാകുമ്പോൾ ഉപരിതല വിസ്തീർണം 4 മടങ്ങും വ്യാപ്തം 8 മടങ്ങും വർദ്ധിക്കുന്നു. വർഗവും ക്യൂബും തമ്മിലുള്ള ഈ വ്യത്യാസമാണ് സ്ക്വയർ ക്യൂബ് നിയമത്തിന്റെ അടിസ്ഥാനം. ജീവജാലങ്ങൾക്കിടയിൽ ഈ നിയമത്തിന്റെ പ്രാധാന്യം എന്താണ്? ജീവികളുടെ പേശികൾ, അസ്ഥികൂടങ്ങൾ, ആന്തരികാവയവങ്ങൾ എന്നിവയെല്ലാം ഈ ഭൗതിക നിയമങ്ങൾക്കനുസരിച്ച് ആണ് വികസിക്കുന്നത്. പേശികളുടെ കുറുകെയുള്ള വിസ്തീർണം, അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ, വലുപ്പത്തിന്റെ വർഗത്തിന് ആനുപാതികമായി വളരുന്നു. അതേപോലെ ഭാരം, അതായത് മാസ്, വലുപ്പത്തിന്റെ ക്യൂബിന് ആനുപാതികമായി വളരും. ഇതിന്റെ അർത്ഥം ഇതാണ്: ഒരു മൃഗം വലുതാകുമ്പോൾ അതിന്റെ ഭാരം പേശിശക്തിയേക്കാൾ വേഗത്തിൽ വർദ്ധിക്കുന്നു. അതിനാൽ വലിയ മൃഗങ്ങൾക്ക് ഭാരം താങ്ങാൻ ആനുപാതികമായി കട്ടിയുള്ള അസ്ഥികളും കൂടുതൽ ബലമുള്ള താങ്ങുഘടനകൾ, അതായത് സപ്പോർട്ട് സ്ട്രക്ചേഴ്സും ആവശ്യമാണ്. ഉദാഹരണത്തിന്, ആനയെ ഒരു എലിയോട് നമുക്ക് താരതമ്യം ചെയ്യാം. ഒരു ആനയ്ക്ക് ഒരു എലിയേക്കാൾ ഏകദേശം 1000 മടങ്ങ് ഭാരമുണ്ട്. എന്നാൽ അത് 1000 മടങ്ങ് ശക്തനല്ല. കാരണം അതിന്റെ പേശികൾ വളരുന്നത് വർഗത്തിന്റെ ഘടകത്തിൽ മാത്രമാണ്, ക്യൂബിൽ അല്ല. ആനകളുടെ ഈ ദൗർബല്യം പരിഹരിക്കുന്നതിനാണ് ആനകൾക്ക് കട്ടിയുള്ള ബലമുള്ള കാലുകളും സാന്ദ്രതയുള്ള അസ്ഥികളും അതേപോലെ തന്നെ സാവധാനത്തിലുള്ള നടപ്പും സ്വായത്തമാക്കിയത്. എലികൾ ചെറുതായതുകൊണ്ട് ഗുരുത്വാകർഷണത്തിന്റെ ബലം അവയുടെ ശരീരബലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സ്വാധീനമേ ചെലുത്തുന്നുള്ളൂ. അതിനാൽ തന്നെ ഉയർന്ന സ്ഥലത്ത് നിന്ന് വീണാലും എലികൾക്ക് ഒന്നും സംഭവിക്കാറില്ല. പക്ഷെ ആനകൾക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ചെറിയ ജീവികളുടെ പേശിയുടെ ശക്തി, മാംസപേശിയുടെ ശക്തി അതിന്റെ ശരീരഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലുതാണ്. ഗുരുത്വാകർഷണവും ജഡത്വവും അവരെ വളരെ കുറച്ച് മാത്രമേ ബാധിക്കുകയുമുള്ളൂ. ഇതുകൊണ്ടാണ് ഉറുമ്പുകൾക്ക് അവയുടെ സ്വന്തം ഭാരത്തിന്റെ ഡസൻ കണക്കിന് ഇരട്ടി ഭാരമുള്ള ഇലകളോ മറ്റ് ആഹാര വസ്തുക്കളോ ചുമക്കാൻ സാധിക്കുന്നത്. ചാണകവണ്ടിന് അവയേക്കാൾ ഇരട്ടി ഭാരമുള്ള ചാണക ഉരുള ഉരുട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ചെള്ളുകൾക്ക് അവയുടെ ഉയരത്തിന്റെ പല മടങ്ങ് വലുപ്പത്തിൽ ചാടാൻ സാധിക്കും. ഇതിന് വിപരീതമായി ഒരു ഉറുമ്പിനെ ഒരു മനുഷ്യന്റെ വലുപ്പത്തിലേക്ക് വികസിപ്പിച്ചാൽ അതിന്റെ പുതിയ ഭാരം താങ്ങാൻ ആ ഉറുമ്പിന്റെ കാലുകൾക്കും കഴുത്തിനും ശക്തി ഉണ്ടാവില്ല. അതോടുകൂടി തന്നെ ആ ഉറുമ്പ് തൽക്ഷണം ചത്തുപോവുകയും ചെയ്യും, തകർന്നു പോവുകയും ചെയ്യും. സ്ക്വയർ ക്യൂബ് നിയമത്തിന്റെ ഈ തത്വം ജീവികളുടെ മാത്രമല്ല, എഞ്ചിനീയറിംഗിലും ശാസ്ത്രത്തിലും ഇതിന്റെ പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആർക്കിടെക്ചർ, ഉയരമുള്ള കെട്ടിടങ്ങളും പാലങ്ങളും ഈ നിയമം പാലിക്കണം. ഒരു മാതൃകയെ 10 മടങ്ങാക്കി വലുതാക്കിയാൽ അതിന്റെ 1000 മടങ്ങ് ഭാരം കൂടും. എന്നാൽ ഘടനയുടെ ശക്തി 100 മടങ്ങ് മാത്രമേ വർദ്ധിക്കുകയുള്ളൂ. അതിനാൽ പുനർരൂപകൽപ്പന ചെയ്തില്ലെങ്കിൽ അത് തകർന്നു വീഴും. അതേപോലെ റോബോട്ടിക്സ്, മൈക്രോ റോബോട്ടുകൾക്ക് എളുപ്പത്തിൽ ചാടാനും പറക്കാനും കഴിയും. പക്ഷേ വലിയ ഒരു റോബോട്ടിന് അതിന്റെ ഊർജ്ജ സ്രോതസ്സുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സയൻസ് ഫിക്ഷൻ സിനിമകളിലെ ഭീമാകാരന്മാരായ പ്രാണികൾ യഥാർത്ഥ ലോകത്തിൽ നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവുകയില്ല. കാരണം അവയുടെ കാലുകൾക്ക് സ്വന്തം ഭാരം താങ്ങാൻ ശേഷി ഉണ്ടാവുകയില്ല. അത് വേഗത്തിൽ ഒടിഞ്ഞു പോകും. ജീവശാസ്ത്രത്തിൽ, ബയോളജിയിൽ നമുക്ക് സ്ക്വയർ ക്യൂബ് നിയമത്തിന്റെ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. പരിണാമം നിരന്തരം സ്ക്വയർ ക്യൂബ് ലോയുമായിട്ട് ഒത്തുപോകുന്നതായി കാണാം. മൃഗങ്ങൾ അല്ലെങ്കിൽ ജീവികൾ വലുതാവുകയോ ചെറുതാവുകയോ ചെയ്യുമ്പോൾ അവയുടെ ശരീരഘടനയുടെ ഓരോ ഭാഗവും അതുമായി പൊരുത്തപ്പെട്ടു പോകണം. ഉദാഹരണത്തിന്, ഒരു ജീവി വലുതാവുകയാണെങ്കിൽ, വലിപ്പം കൂടുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. അവയുടെ അസ്ഥികൾ കട്ടിയുള്ളതാവണം, ചിറകുകൾ ആനുപാതികമായി വലുതാവണം, ശരീരപിണ്ഡത്തെ താങ്ങാൻ കഴിവുള്ള ശ്വാസകോശവും ഹൃദയവും വളരണം, വികസിക്കണം. വലിയ മൃഗങ്ങളിൽ, ശരീരവലുപ്പം കൂടിയ മൃഗങ്ങളിൽ അതുകൊണ്ട് തന്നെ ബാഹ്യ അസ്ഥികൂടങ്ങൾ അഥവാ എക്സോസ്കെലറ്റനുകൾ അപ്രത്യക്ഷമായി പകരം അസ്ഥിവ്യൂഹം അഥവാ എൻഡോസ്കെലറ്റനുകളാണ് ഉണ്ടാകുന്നത്. കാരണം എക്സോസ്കെലറ്റൻ, ബാഹ്യ അസ്ഥികൂടം ഉണ്ടായിരിക്കുന്നത് കൈറ്റിൻ എന്ന വസ്തു കൊണ്ടാണ്. അതിന് ഇത്രയും വലിയ ഭാരം താങ്ങാനുള്ള ശേഷി ഉണ്ടാവുകയില്ല. ഈ കാരണം കൊണ്ടാണ് അകശേരുകികൾ അഥവാ ഇൻവെർട്ടിബ്രേറ്റ്സ് കൂടുതലും ശരീരവലുപ്പം കുറഞ്ഞവരായി കാണപ്പെടുന്നത്. ബാഹ്യ അസ്ഥികൂടത്തിന് അഥവാ എക്സോസ്കെലറ്റന് ചെറിയ ശരീരവലുപ്പത്തെ മാത്രമേ കാര്യമായി പിന്തുണയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു ജീവിയുടെ വലുപ്പം കൂടുമ്പോൾ, ശരീരവലുപ്പം കൂടുമ്പോൾ അതിന്റെ വലുപ്പത്തിനനുസരിച്ച് നോക്കുമ്പോൾ അത് ദുർബലമാവുന്നതായി കാണാം. നേരെ വിപരീതമായി ചെറുതാവുകയാണെങ്കിൽ വലുപ്പത്തിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ ശക്തനാകുന്നതായിട്ട് മനസ്സിലാവും. ചുരുക്കത്തിൽ വലുപ്പത്തിനനുസരിച്ച്, ശരീരവലുപ്പത്തിനനുസരിച്ച് ജീവികളുടെ ഭൗതിക ശാസ്ത്രം എങ്ങനെ മാറുന്നു എന്ന് നിയന്ത്രിക്കുന്ന സാർവത്രിക നിയമമാണ് സ്ക്വയർ ക്യൂബ് ലോ. വലുപ്പമേറിയ ജീവികൾ ജീവിക്കാൻ കഷ്ടപ്പെടുന്നതും ചെറിയ ജീവികൾ തഴച്ചു വളരുന്നതിനും കാരണം മറ്റൊന്നല്ല. ഉറുമ്പുകൾക്ക് മല ചുമക്കാൻ കഴിയുന്നതിന്റെയും ആനകൾക്ക് അവയുടെ ചുവടുകൾ വളരെ ശ്രദ്ധയോടെ വെക്കേണ്ടതിന്റെയും കാരണവും ഇതുതന്നെ. ബയോളജിയിൽ ഇനിയുമുണ്ട് സ്ക്വയർ ക്യൂബ് നിയമങ്ങൾക്ക് നിരവധി ഉദാഹരണങ്ങൾ. അതിന് ഒരു ഉദാഹരണമാണ് ക്ലീബേഴ്സ് ലോ അഥവാ ക്ലീബേഴ്സ് നിയമം. അതിൽ പറയുന്നത്
ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും മെറ്റബോളിക്സം വഴി ചൂട് നഷ്ടപ്പെടുന്നത് ആ ജീവിയുടെ സർഫസ് ഏരിയയെ അതിന്റെ വോളിയം കൊണ്ട് ഹരിക്കുന്നതിന്റെ റേഷ്യോയുടെ നേർ അനുപാതത്തിലായിരിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ വലിപ്പം കൂടിയ ജീവികൾക്ക് ചൂട് നഷ്ടപ്പെടുന്ന അളവ് കുറവായിരിക്കും. എന്നാൽ വലിപ്പം കുറഞ്ഞ ജീവികൾക്ക് അവയുടെ ശരീരത്തിൽ നിന്നും ചൂട് നഷ്ടപ്പെടുന്ന അളവ് കൂടുതലായിരിക്കുകയും. ക്ലീബേഴ്സ് ലോയിൽ പറയുന്ന സർഫസ് ഏരിയയും വോളിയവും തമ്മിലുള്ള ബന്ധം തന്നെയാണ് സ്ക്വയർ ക്യൂബ് നിയമം പറയുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഹിമക്കരടികൾ അഥവാ ധ്രുവക്കരടികൾ ശരീരവലിപ്പം കൂടിയവരായിട്ടും എന്നാൽ അതേ വർഗത്തിൽപ്പെടുന്ന ട്രോപ്പിക്കൽ കരടികൾക്ക് വലിപ്പം കുറഞ്ഞിരിക്കാനും കാരണം. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിത്രങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹിമക്കരടികൾ താമസിക്കുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. ധ്രുവപ്രദേശങ്ങളിൽ അതിശൈത്യമായതിനാൽ തന്നെ ജീവികളുടെ ശരീരത്തിൽ നിന്നും ചൂട് നഷ്ടപ്പെടുന്നതിന്റെ അളവ് കുറഞ്ഞേ പറ്റൂ. വലിയ ജീവികളാകുമ്പോൾ അഥവാ ശരീരത്തിന് വലുപ്പം കൂടിയിരുന്നാൽ അവയുടെ ശരീരത്തിൽ നിന്നും ചൂട് നഷ്ടപ്പെടുന്ന അളവ് കുറവായിരിക്കും. ഇതാണ് ഹിമക്കരടികൾ വലിപ്പം കൂടിയിരിക്കാനുള്ളത്. ഇതിനെ ബെർഗ്മാൻസ് റൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം, ആനയേക്കാൾ ശക്തനാണോ ഒരു എലി എന്ന്? ശരിയല്ലേ? നിങ്ങൾ ചോദിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയത് വളരെ ശാസ്ത്രീയമായ ഒരു ചോദ്യമാണ്. ഭൗതികശാസ്ത്രവും ജീവശാസ്ത്രവും കൂടിച്ചേരുന്ന കൃത്യമായ ഒരു സൂക്ഷ്മാംശം നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇതിന്റെ ഉത്തരം ശക്തി എങ്ങനെ നിർവചിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അതെ അല്ലെങ്കിൽ അല്ല എന്നിങ്ങനെ രണ്ടുമാകാമെന്നാണ്. നമുക്കിത് ശാസ്ത്രീയമായിട്ടൊന്ന് നോക്കാം. ശക്തൻ അല്ലെങ്കിൽ ശക്തി എന്ന് പറയുമ്പോൾ നാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കണം. രണ്ടു തരം ശക്തികൾ നമുക്ക് പറയാം. ഒന്ന് കേവല ശക്തി, അതായത് ആബ്സല്യൂട്ട് സ്ട്രെങ്ത്, ഒരു മൃഗത്തിന് പുറത്തിറക്കാൻ കഴിയുന്ന മൊത്തം ബലം അഥവാ ടോട്ടൽ ഫോഴ്സ്. രണ്ടാമത്തതാണ് ആപേക്ഷിക ശക്തി, റിലേറ്റീവ് സ്ട്രെങ്ത്, അതിന്റെ സ്വന്തം ശരീരഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ പുറത്തേക്കാവുന്ന ബലം, അതായത് സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ. കേവല ശക്തി നോക്കുകയാണെങ്കിൽ ആന നിസ്സംശയം ജയിക്കും. കാരണം ഒരു ആനയ്ക്ക് മരങ്ങൾ തള്ളിയിടാൻ കഴിയും, 100 കണക്കിന് കിലോഗ്രാം ഭാരം ചുമക്കാൻ കഴിയും, ടൺ കണക്കിന് മൊത്തം ബലം പ്രയോഗിക്കാൻ കഴിയും. കാരണം അതിന്റെ മൊത്തം പേശീപിണ്ഡവും കുറുകെയുള്ള വിസ്തീർണവും വളരെ വലുതാണ്. എന്നാൽ ആപേക്ഷിക ശക്തിയോ? നാം ആനുപാതികമായി താരതമ്യം ചെയ്യുമ്പോൾ, അതായത് ഒരു ജീവി അതിന്റെ വലുപ്പത്തിനനുസരിച്ച് എത്രത്തോളം ശക്തനാണ് എന്ന് നോക്കുന്നുവെങ്കിൽ അപ്പോൾ എലി ആനകളെക്കാൾ ശക്തനാണ് എന്ന് പറയാം. കാരണം നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് സ്ക്വയർ ക്യൂബ് നിയമം. മൃഗങ്ങൾ വലുതാവുമ്പോൾ അവയുടെ ഭാരം പേശിശക്തിയേക്കാൾ വേഗത്തിൽ വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഏകീകൃത ഭാരത്തിലുള്ള ശക്തി കുറയുന്നു. ഇതുകൊണ്ടാണ് ഒരു എലിക്ക് അതിന്റെ ശരീര വലുപ്പത്തിന്റെ അല്ലെങ്കിൽ ശരീര നീളത്തിന്റെ പല മടങ്ങ് ഉയരത്തിൽ ചാടാൻ കഴിയുന്നത്. ഒരു ആനയ്ക്ക് അതിന്റെ തുമ്പിക്കൈ പോലും തലയ്ക്ക് മുകളിൽ ഉയർത്താൻ കഷ്ടപ്പെടേണ്ടി വരുന്നത്. അതേപോലെ ഒരു ചെളിന് അതിന്റെ ഉയരത്തിന്റെ 100 മടങ്ങ് ഉയരത്തിൽ കുതിക്കാൻ സാധിക്കുന്നത്. എലി ആപേക്ഷികമായി ശക്തനാണെങ്കിലും വലിയ മൃഗങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ അവ ചെയ്യുന്ന കേവലമായ പ്രവൃത്തി, അതായത് അബ്സല്യൂട്ട് വർക്ക് ചെയ്യാൻ കഴിയുകയില്ല. അതിന്റെ പേശികൾക്ക് മൊത്തത്തിൽ കുറഞ്ഞ ഊർജം മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. ചുരുക്കത്തിൽ നിങ്ങൾക്ക് ശാസ്ത്രീയമായി ഇങ്ങനെ പറയാൻ സാധിക്കും, ആനയേക്കാൾ ആപേക്ഷികമായി ശക്തനാണ് എലി. എന്നാൽ ഇത് ആപേക്ഷികമായ അല്ലെങ്കിൽ ആനുപാതികമായ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്, മൊത്തം ബലത്തെ അല്ല എന്ന് വ്യക്തമാക്കണം. അതിനാൽ ശരിയായ പ്രയോഗം ഇങ്ങനെയാണ്: ശരീരഭാരവുമായി താരതമ്യപ്പെടുത്തി ശക്തി അളക്കുമ്പോൾ എലികളെ പോലെയുള്ള ചെറിയ മൃഗങ്ങൾ ആനകളെ പോലെയുള്ള ഭീമന്മാരെക്കാൾ ആനുപാതികമായി ശക്തരാണ് എന്ന് പറയാം. പരിണാമത്തിന്റെ മഹത്തായ ആ ഒരു മീറ്ററിൽ സ്കെയിലിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ ഇൻവേർട്ടിബ്രേറ്റുകൾ അഥവാ അകശേരുകികൾ ശരീരവലുപ്പം കുറഞ്ഞവയും അതുകൊണ്ട് തന്നെ അവർ വളരെ ദുർബലരാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്തേക്കാം. എന്നാൽ അവയുടെ ശക്തി വളരെ വലുതാണ് എന്നുള്ളതാണ് സത്യം. അവ എത്രയോ കൂട്ട വംശനാശങ്ങളെ അതിജീവിച്ചു. ഇന്നും പരിസ്ഥിതിയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ആവാസ വ്യവസ്ഥകളെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. റോബോട്ടിക്സ് മുതൽ മെറ്റീരിയൽ ഡിസൈൻ വരെ മനുഷ്യന്റെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് പ്രചോദനവുമായിട്ടുണ്ട്. അവയുടെ ശക്തിയും വേഗവും പ്രതിരോധശേഷിയും സാർവത്രികമായ ഒരു സത്യം നമ്മെ ഓർമ്മിപ്പിക്കും. ശക്തി എന്നത് വലുപ്പത്തിലല്ല, മറിച്ച് രൂപഘടനയിലാണ് അഥവാ ഡിസൈനിലാണ്. ഇൻവേർട്ടിബ്രേറ്റ്സിന്റെ അകശേരുകികളായ ചെറിയ ജീവികളുടെ ചെറിയ ലോകത്തേക്ക് നമ്മൾ എത്രമാത്രം സൂക്ഷ്മമായി നോക്കുന്നോ അത്രത്തോളം നാം സ്വയം തിരിച്ചറിയുന്ന ഒരു കാര്യം, ഏറ്റവും ചെറിയ ജീവികളിലാണ് പ്രകൃതി തന്റെ ഏറ്റവും വലിയ പ്രതിഭ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മറ്റു വിഷയവുമായി അടുത്ത വീഡിയോ നമുക്ക് വേണ്ടി